നോസ്ട്രഡാമസ് 2025-നെക്കുറിച്ച് എന്തൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത്? നോസ്ട്രഡാമസ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇവയാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മന്ദഗതിയിലാകുകയോ തീരുകയോ ചെയ്യുമത്രേ. തീരുമെന്ന് വ്യക്തമായി നോസ്ട്രഡാമസ് പറഞ്ഞിട്ടില്ലെന്നും യുദ്ധത്തിന്റെ തീവ്രത കുറയുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും ചിലർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അതുമൂലമുണ്ടായേക്കാവുന്ന പ്രകൃതിദുരന്തം എന്നിവയുടെ സാധ്യതകൾ അദ്ദേഹം മുന്നോട്ടുവച്ചിട്ടുണ്ടത്രേ. പ്രത്യേകമായും ബ്രസീലിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ചിലർ പറയുന്നു. ലോകത്തിന്റെ പൂന്തോട്ടം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്ന നാട് ബ്രസീലാണെന്നും ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുമെന്നും അഭ്യൂഹമുണ്ട്. ഇംഗ്ലണ്ടിൽ യുദ്ധവും പ്ലേഗും ഉടലെടുക്കും, ലോകശക്തികളുടെ സ്വാധീനം കുറയും, വൈദ്യശാസ്ത്രരംഗത്ത് വൻ കുതിച്ചുചാട്ടം നടക്കും തുടങ്ങിയ പ്രവചനങ്ങളും അദ്ദേഹം 2025-നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നോസ്ട്രദാമസിന്റെ ആരാധകർ പറയുന്നു. 2017-ൽ അന്തരിച്ച മാരിയോ റീഡിംഗ് എന്ന വ്യക്തി എഴുതിയ നോസ്ട്രഡാമസ് കംപ്ലീറ്റ് പ്രോഫസീസ് ഫോർ ദ ഫ്യൂച്ചർ എന്ന പുസ്തകമാണ് ഈ വാദങ്ങൾക്ക് ആധാരം. 2005-ലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. നോസ്ട്രഡാമസിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് മാരിയോ റീഡിംഗ്. മധ്യകാലഘട്ടത്തിലെ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നോസ്ട്രഡാമസ്. 1505-ൽ ജനിച്ചെന്നു കരുതപ്പെടുന്ന അദ്ദേഹം ജീവിതത്തിന്റെ ആദ്യ കുറേക്കാലം അപ്പോത്തിക്കരിയായി ജോലി ചെയ്തു. പ്ലേഗ് ബാധിച്ച യൂറോപ്പിലുടനീളം ആൾക്കാരെ സഹായിക്കുകയും ചികിത്സിക്കുകയും നോസ്ട്രഡാമസ് ചെയ്തിട്ടുണ്ട്.